ആരതിയും ശ്യാമും വിദ്യാഭ്യാസകാലം മുതലേ പ്രേമിച്ച് വിവാഹിതരായവരാണ്. 14 വർഷം മുമ്പായിരുന്നു വിവാഹം. അടുത്തിടെയാണ് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നത്. ഇതോടെ ആരതി മാതാപിതാക്കൾക്കൊപ്പം താമസം മാറ്റി. പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ തർക്കങ്ങൾ നിയമപോരാട്ടത്തിലേക്കും പോലീസ് നടപടികളിലേക്കും നീങ്ങിയിരുന്നു. ശ്യാംജി ചന്ദ്രനെതിരെ ആരതി ചേർത്തല കോടതിയിൽ ഗാർഹിക പീഡനത്തിന് ഹർജി നൽകിയിരുന്നു. ഇതിനുശേഷവും ആരതിക്കും വീട്ടുകാർക്കുമെതിരെ ഭീഷണിയുണ്ടായതിനെ തുടർന്ന് യുവതി പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആദ്യം പോലീസ് ഇരുകക്ഷികളെയും വിളിച്ച് ശ്യാമിനെ താക്കീത് നൽകി വിടുകയായിരുന്നു. എന്നാൽ അതിനുശേഷവും ആരതിയെ ഫോണിലും നേരിട്ടുമെത്തി ഭീഷണിപ്പെടുത്തിയതോടെ ആരതി ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി പോലീസിൽ വീണ്ടും പരാതി നൽകി. ഇതേ തുടർന്ന് പോലീസ് ശ്യാമിനെതിരെ കേസെടുത്തിരുന്നു. കോടതിയിൽ നിന്നാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച അപ്രതീക്ഷിതമായി വീണ്ടും ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഭാര്യ ആരതിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് 2 കാരണങ്ങൾ മൂലമാണെന്ന് ശ്യാംജി ചന്ദ്രൻ മൊഴിയിൽ പറഞ്ഞു. ഭാര്യ ആരതിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് 2 കാരണങ്ങൾ മൂലമാണെന്ന് ശ്യാംജി ചന്ദ്രൻ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. മക്കളെ കാണാൻ ഭാര്യ അനുവദിച്ചില്ലെന്നും വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞ് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തുവെന്നുമാണ് ശ്യാം മജിസ്ട്രേറ്റിനു നൽകിയ മൊഴിയിലുള്ളത്. അതേസമയം പൊള്ളലേറ്റ ശ്യാമിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. 70% പൊള്ളലേറ്റ ശ്യാം ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട ആരതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും.